റോണ്ട ബേൺഡേ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 28th ഡേ ആണ് നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഈ 27 ദിവസവും പ്രാക്ടീസ് ചെയ്തവരുടെ ലൈഫിൽ മാജിക് സംഭവിച്ചിട്ടുണ്ടാകും, ഉറപ്പാണ്. മാന്ത്രികതയ്ക്കൊപ്പമുള്ള കാര്യം അതാണ്. അതിപ്പോഴും ഇവിടെയുണ്ട്, ചുറ്റുമുണ്ട്. നിങ്ങൾക്കായി അത് അദൃശ്യമായി നിലകൊള്ളുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും അനുപമമാണ്. ഒരു ദിവസം മറ്റേതെങ്കിലും ദിവസം പോലെയല്ല. ഓരോ ദിവസവും സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ എക്കാലവും വ്യത്യസ്തമായിരിക്കും, എക്കാലവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നലെയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുന്നതിലൂടെ മാന്ത്രികത ഓർക്കുമ്പോൾ അത് എത്ര തവണ ചെയ്തുവെന്നതിൽ കാര്യമില്ല. എല്ലാ തവണയും അത് വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുടെ മാന്ത്രികത നിലനിർത്താൻ മാന്ത്രികത ഓർക്കൂ എന്ന പരിശീലനം ഏറ്റവും ശക്തമായതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നത് വിഷയമല്ല, അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് ആഗ്രഹങ്ങളാകുമെന്നതിലും കാര്യമില്ല. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും ഈ മാന്ത്രിക പരിശീലനം ഏറ്റവും ശക്തമായ പരിശീലനമായി നിലകൊള്ളും. ഇന്നലകളിലെ അനുഗ്രഹങ്ങൾ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പവഴി നിങ്ങൾ ഉണർന്ന ദിവസം ആരംഭിക്കുമ്പോൾ മനസ്സിൽ കഴിഞ്ഞ ദിനം ഓർക്കുക എന്നതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടായ പ്രധാന സംഭവങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ കിടക്കാൻ പോയ സമയം വരെ എത്തിച്ചേരുക. ഇന്നലെയുടെ അനുഗ്രഹങ്ങൾ ഓർത്തെടുക്കുന്നത് അനായാസമായിട്ടായിരിക്കണം. ഇന്നലെയിലൂടെ വെറുതെ കണ്ണോടിച്ചാൽ മതി. ഇങ്ങനെ സ്കാൻ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉപരിതലത്തിലേക്ക് അനുഗ്രഹങ്ങൾ കുമിളകൾ പോലെ പൊന്തിവരും. ഈ മാന്ത്രിക പരിശീലനം ഇങ്ങനെയൊരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് ആരംഭിക്കാം. ഇന്നലെ സംഭവിച്ച നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ എപ്പോഴെല്ലാം ചോദ്യം ചോദിക്കുന്നോ അപ്പോൾ പൊടുന്നനെ തന്നെ മനസ്സ് ഉത്തരം തിരയും. നല്ല വാർത്ത എന്തെങ്കിലും നിങ്ങൾ കേട്ടുവോ? നിങ്ങളുടെ ആഗ്രഹങ്ങളിലൊന്ന് മാന്ത്രികമായി നിങ്ങൾ സാക്ഷാത്കരിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്തുവോ? നിങ്ങൾക്ക് മാന്ത്രികമായി അപ്രതീക്ഷിത പണം ലഭിച്ചുവോ? നിങ്ങൾക്ക് പ്രത്യേകമായി സന്തോഷമുണ്ടായോ? കാലങ്ങളായി ഒരു അറിവുമില്ലാതിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളെ വിളിച്ചുവോ? എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിഗംഭീരമായി തീർന്നുവോ? നിങ്ങൾക്ക് നല്ലൊരു മെയിലോ ഫോൺ കോളോ ലഭിച്ചുവോ? ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിച്ചുവോ? നിങ്ങളിൽ ആരെങ്കിലും മതിപ്പ് പ്രകടിപ്പിച്ചുവോ? ഒരു പ്രശ്നം പരിഹരിക്കാൻ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചുവോ? നിങ്ങൾ ആരെങ്കിലും സഹായിച്ചുവോ? നിങ്ങൾ ഏറെ ആവേശഭരിതമായി കണ്ട ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുകയോ പുതിയതായി ആരംഭിക്കുകയോ ചെയ്തുവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുവോ? നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം ലഭിച്ചുവോ? മാന്ത്രികത ഓർക്കൂ. എന്നിട്ട് ഇന്നലത്തെ അനുഗ്രഹങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതുകയോ ചെയ്യുക. ഇന്നലെയിലൂടെ ഒന്ന് സൂക്ഷ്മമായി കടന്നുപോവുക. ആ ദിനത്തിലെ അനുഗ്രഹങ്ങൾ ഓർമ്മിച്ചതായി നിങ്ങൾക്ക് തൃപ്തി തോന്നും വരെ അവ ചെറിയ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ ആകാം. എന്തുകൊണ്ടെന്നാൽ ഇത് അനുഗ്രഹങ്ങളുടെ വലിപ്പത്തെ പറ്റിയുള്ളതല്ല, നിങ്ങൾ എത്ര അനുഗ്രഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതിനെ പറ്റിയാണ്. ഓരോന്നിനും എത്രമാത്രം കൃതജ്ഞത അനുഭവിക്കുന്നു എന്നതിനെ പറ്റിയാണ് ഇവ നിലകൊള്ളുന്നത്. ഓരോന്നും ഓർക്കുകയും എഴുതുകയും ചെയ്യുന്നതിനൊപ്പം നന്ദിയോടെ ഇരിക്കുകയും മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുകയും ചെയ്യുക. ഇതിനു ശേഷവും നിങ്ങൾ ഈ മാന്ത്രിക പരിശീലനം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കിത് കൂട്ടിക്കലർത്താം. അതായത് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എഴുതി വയ്ക്കാം. മറ്റു ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ ഓർത്ത് മനസ്സിൽ ഉരുവിടുകയോ ഉറക്കെ പറയുകയോ ചെയ്യാം. അനുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ളൊരു പട്ടിക ഉണ്ടാക്കുകയോ ഓരോ അനുഗ്രഹത്തിനും എന്തുകൊണ്ട് നന്ദിയായിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വിശദമായ പട്ടിക തയ്യാറാക്കുകയാവാം. തലേ ദിവസത്തെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഒരേ എണ്ണമായിരിക്കില്ല, കാരണം ഓരോ ദിവസവും വ്യത്യസ്തമാണ്. പക്ഷേ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ എല്ലാ ദിവസവും അനുഗ്രഹ സമ്പന്നമാണ്. ഇതിലെ സത്യം ദർശിക്കാൻ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ജീവിതത്തിൻ്റെ മാന്ത്രികതയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടുണ്ടാകും. അതോടെ നിങ്ങളുടെ ജീവിതം സമൃദ്ധവും വർണ്ണശബളവുമാകും. അതായത് ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും, അവനും അവൾക്കും സമൃദ്ധമായി ലഭിക്കും. ആർക്കാണോ നന്ദിയില്ലാത്തത് അവനിൽ നിന്നും അല്ലെങ്കിൽ അവളിൽ നിന്നും ഉള്ളതുകൂടി എടുക്കപ്പെടും. ഈ മാന്ത്രിക വാക്കുകൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. മാന്ത്രികത ഓർക്കൂ, അത് നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ടതാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഈ പ്രാക്ടീസുകൾ നിരന്തരമായി ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കിതിൽ ചെയ്യാൻ ഇഷ്ടമുള്ള പ്രാക്ടീസുകൾ സെലക്ട് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസുകൾ ചെയ്യുന്നവരുടെ ലൈഫിൽ എന്തായാലും വമ്പിച്ച മാറ്റങ്ങൾ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഈ പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.
ബൈ ബൈ, ടേക്ക് കെയർ.